പെർ ഇയർ ഒരു 1,05,000 റുപ്പീസ് സ്കോളർഷിപ്പോട് കൂടി നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യുകയും ചെയ്യുക. ആരൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് ആണ് വേണ്ടത്, എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് വേണ്ടത് എന്നിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉന്നത പഠന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിത്. ഇപ്പൊ പ്രശസ്ത ബ്രാൻഡായ സെൻസുഡൈൻ നിർമ്മാതാക്കളായ ഹെലിയോൺ ഇന്ത്യയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും ചേർന്നാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഒരുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ കരിയർ ഗൈഡൻസ് നടപടികൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് കോഴ്സ് ഗൈഡൻസുകൾ, എല്ലാ പുതിയ അപ്ഡേറ്റുകളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഈ പഠന ലോകത്തെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒന്നാം വർഷ BDS വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവുകൾ വഹിക്കാൻ ഈ ഒരു പദ്ധതി വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതിയുടെ ലക്ഷ്യം ഡെന്റൽ മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നതാണ് ഈ സ്കോളർഷിപ്പിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ പഠന കാലയളവിൽ നിശ്ചയിച്ച തുക സഹായകമായി നൽകിക്കൊണ്ട് മികച്ച ഒരു BDS ഡോക്ടേഴ്സിനെ വാർത്തെടുക്കാനായിട്ടാണ് ഈ ഒരു പദ്ധതി സഹായിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ ഇനി ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഓരോ പോയിന്റ്സും സ്കിപ്പ് ചെയ്ത് പോവാതെ തന്നെ വാച്ച് ചെയ്യാം. അപേക്ഷകരെ ഇന്ത്യയിൽ ഉടനീളം അംഗീകൃത സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കോളേജുകളിലെ ഒന്നാം വർഷ BDS സ്റ്റുഡൻസ് ആയിരിക്കണം. സെക്കൻഡ്, ഹയർ സെക്കൻഡറി +2 പരീക്ഷയിൽ കുറഞ്ഞത് നിങ്ങൾക്കൊരു 60% ഓഫ് മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. അപേക്ഷകന്റെ ഫാമിലി ഇൻകം 8 ലക്ഷം രൂപയിൽ കവിയാനായിട്ട് പാടില്ല. ഇതിനായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഹെലിയോൺ അതുപോലെ ITI എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മക്കൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിരിക്കുകയില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 1,05,000 രൂപ വീതമാണ് ലഭിക്കുക. ഈ ഒരു തുക BDS പഠനത്തിന്റെ 4 വർഷ കാലയളവുകളിൽ തന്നെ നമുക്ക് മൊത്തമായിട്ട് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ 4,20,000 രൂപയായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു തുക ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, അവരുടെ ബുക്സ്, മറ്റു വിദ്യാഭ്യാസ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കാൻ നമുക്ക് ആവശ്യമുള്ള രേഖകൾ കറക്റ്റ് ടൈമിൽ നിങ്ങളിത് അപ്ലിക്കേഷൻസ് കൊടുക്കണം, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360 വഴി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻ മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 12ാം ക്ലാസ് മാർക്ക് ലിസ്റ്റ്, അതുപോലെ തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നിലവിലുള്ള വർഷം, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൻ്റെ അഡ്മിഷൻ റെസിപ്റ്റ്സ്, അതുപോലെ ഫീ അടച്ചതിൻ്റെ ഫീസ് റെസിപ്റ്റ്സ്, ഇതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് അതോറിറ്റിയോ നൽകിയിട്ടുള്ള ഇൻകം റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുപോലെ അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്ബുക്കോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക് മികവും സാമ്പത്തിക പശ്ചാത്തലവും പരിശോധിച്ചിട്ടാണ് പ്രാഥമിക ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ തുടർന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് അവർ ടെലിഫോണിക് ഒരു ഇന്റർവ്യൂ നടത്തും. അതിനുശേഷം അന്തിമ തെരഞ്ഞെടുപ്പ് നടക്കും. അർഹരായവർക്ക് തുക ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് ലഭ്യമാക്കുകയും ചെയ്യും. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 വഴി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് 360 മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഓൺലൈൻ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻസ് മൂവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലിക്കേഷൻ മൂവ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഭാവിയിൽ മികച്ച ഒരു BDS ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വലിയൊരു അവസരം തന്നെയാണിത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 10th ആണ്. അതിനുള്ള എല്ലാവരും അപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് നോക്കുക.
അപ്പോൾ വലിയ ഫീസ് നൽകി പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ വലിയൊരു അളവിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അർഹരായ എല്ലാ വിദ്യാർത്ഥികളും നിശ്ചിത സമയത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സ്കോളർഷിപ്സുകൾ പല കുട്ടികളും അറിയാതെ പോകുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് അർഹരായ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഇൻസൈറ്റ് 360 ചെയ്യുന്നത്. ഇതുപോലുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു സ്കോളർഷിപ്പ് ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളുകളിലൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഒരു ഷെയർ എന്ന് പറയുന്നത് അവർക്കത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരിലോട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക.